ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 ഓഗസ്റ്റ് 24 നടന്ന സെറ്റ് മലയാളം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ആദ്യത്തെ 20 ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി. അപ്പൊ 21 മുതലുള്ള ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡിയല്ലേ എല്ലാവരും? യെസ്. അപ്പോ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ നമ്പർ ആണ് 21ാമത്തെ ചോദ്യം. പാഠത്തിന് പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഭാഷാ ശാസ്ത്ര ചിന്തകനാര്? പാഠത്തിന് പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്ര ചിന്തകനാര്? ഞാൻ പറഞ്ഞു, സെറ്റ് പരീക്ഷയ്ക്ക് പാശ്ചാത്യവുമായി ബന്ധപ്പെട്ടിട്ട് അതെന്തിനെ മുൻനിർത്തിക്കൊണ്ടാകട്ടെ, ഭാഷാശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ടാകട്ടെ അല്ലെങ്കിൽ പാശ്ചാത്യ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ടാകട്ടെ, ഇത്തരത്തിലുള്ള നിർവചനങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അത്തരത്തില് പാഠത്തിന് പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്ര ചിന്തകൻ ആരാണ്? ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ, ജാക്ക് ദെറിഡ, ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, ധൈര്യമായിട്ട് ഗസ് ചെയ്തോ. നിങ്ങളിൽ ആരൊക്കെ തെറ്റുത്തരം പറയുന്നുണ്ട് എന്നൊന്നും കണ്ടുപിടിക്കാൻ ഇവിടെ ആരും ഇരിക്കുന്നില്ല. അഖിൽ ഓപ്ഷൻ ഡി നോം ചോംസ്കി പറയുന്നുണ്ട്. ഇനി ബാക്കി നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ് ഇവയെല്ലാം തന്നെ. യെസ്. ഇനി ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ഏതാണ് ഉത്തരം? ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ ആണോ, ദെറിഡയാണോ, ബ്ലൂംഫീൽഡ് ആണോ? യെസ്, ദെറിഡയാണ് കേട്ടോ. ജാക്ക് ദെറിഡയാണ് ആൻസർ. ജാക്ക് ദെറിഡ. ഓക്കെ, ജാക്ക് ദെറിഡയാണ് ഉത്തരം. അപ്പോ ദെറിഡ എന്തുമായി ബന്ധപ്പെടുന്ന ആളാ? പാഠത്തിന് പുറത്ത് ഒന്നുമില്ല എന്ന നിർവചനം ആരുടേതാണ്? ദെറിഡയുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ദെറിഡയുടെ പ്രധാനപ്പെട്ട തിയറി അല്ലെങ്കിൽ ദെറിഡ ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രപരമായ തത്വചിന്ത എന്ത്? ജാക്ക് ദെറിഡ അവതരിപ്പിച്ച ഭാഷാശാസ്ത്രപരമായ തത്വചിന്ത, അതിനെന്താ പറയാ? ഡീകൺസ്ട്രക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ നമ്മൾ എന്തു പറയും മക്കളെ? യെസ്, അപനിർമ്മാണം എന്ന് പറയും അല്ലെ? അപനിർമ്മാണം. അപ്പൊ അപനിർമ്മാണം എന്ന തത്വചിന്ത അവതരിപ്പിച്ചത് ആരാണ്? യെസ്, ആരാണ്? ദെറിഡയാണ്. ജാക്ക് ദെറിഡയാണ്. ക്ലിയർ അല്ലേ? ദെറിഡ ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രപരമായ തത്വചിന്തയാണ് അപനിർമ്മാണം എന്ന് പറയുന്നത്. ഇനി സൂചിതങ്ങൾ വ്യത്യാസപ്പെടുന്നതിനോടൊപ്പം നീട്ടിവെക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ദെറിഡ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. സൂചകം നമുക്കറിയാം. അതില് സൂചിതങ്ങൾ വ്യത്യാസപ്പെടുന്നതിനോടൊപ്പം നീട്ടിവെക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ദെറിഡ ഏത് പദം ഉപയോഗിച്ചത്? ഡിഫറൻസ് എന്നുള്ള പദം. ഡിഫറൻസ് എന്നുള്ള പദം ഇദ്ദേഹം ഉപയോഗിച്ചത്, ദെറിഡ. ഇനി ദെറിഡയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? ദെറിഡയുടെ പ്രധാനപ്പെട്ട കൃതികള് ഓഫ് ഗ്രാമറ്റോളജി, സ്പീച്ച് ആൻഡ് ഫിനോമിന. ഇതൊക്കെ ആരുടേതാണ്? ദെറിഡയുടെ പ്രധാനപ്പെട്ട ചിന്തകളാണ്. അപ്പൊ ദെറിഡയാണ് അപനിർമ്മാണം എന്നുള്ള വാദം മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഘടനാവാദം, സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി ഏതാ? തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട വ്യക്തി ഏതാ മക്കളെ? പറഞ്ഞേ. സ്ട്രക്ചറലിസം. യെസ്, നമുക്ക് ഡൗട്ട് ഇല്ല, ഇല്ലേ? ആരാണ്? ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ ആണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ട്രക്ചറലിസം. ഘടനാവാദം ആരുടേതാണ്? ഫെർഡിനാൻഡ് ഡി സൊസ്യൂറിന്റേതാണ്. ഓക്കെ. ബ്ലൂംഫീൽഡിന്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ പേരെന്താ? ബ്ലൂംഫീൽഡിന്റെ ബുക്ക്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ്
1933 എഴുതിയ ലാംഗ്വേജ്, പ്രധാനപ്പെട്ട ബുക്ക് ഏതാണ്? ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്നുള്ള ഒരു മറ്റൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അത് 1914 അപ്പൊ ലാംഗ്വേജ് എന്നുള്ള പുസ്തകം ആരുടേതാണ്? യെസ്. ഇനി നോം ചോംസ്കി, അദ്ദേഹം എന്തുമായി ബന്ധപ്പെടുന്ന ആളാ? നോം ചോംസ്കി നമുക്കറിയാം. നോം ചോംസ്കി പറഞ്ഞേ. ജനറേറ്റീവ് ഗ്രാമർ. യെസ്, ജനറേറ്റീവ് ഗ്രാമറുമായി ബന്ധപ്പെടുന്ന ആളാണ് ആര്? പ്രജനക വ്യാകരണം എന്നൊക്കെ നമ്മൾ പറയും. ആരെ? നോം ചോംസ്കി അല്ലെ മക്കളെ? യൂണിവേഴ്സൽ ഗ്രാമർ, ജനറേറ്റീവ് ഗ്രാമർ, ഈ തിയറിയൊക്കെ ആരുടേതാണ്? ഇദ്ദേഹത്തിൻ്റെതാണ്. ക്ലിയർ അല്ലേ? യെസ്. നോളജ് ഓഫ് ലാംഗ്വേജ് പുസ്തകമാണ് കേട്ടോ. നോളജ് ഓഫ് ലാംഗ്വേജ് ആരുടെ കൃതിയാണ്? യെസ്, നോം ചോംസ്കിയുടെ കൃതിയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ക്ലിയർ അല്ലേ? പാഠത്തിന് പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? യാക് ദെറിദയാണ്. ഡീകൺസ്ട്രക്ഷൻ, അപനിർമ്മാണം എന്നുള്ളത് ആരുടെ തിയറിയാണ്? ദെറിദയുടെ തിയറിയാണ്. ഡിഫറൻസ് എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ദെറിദയാണ്. ഓഫ് ഗ്രാമറ്റോളജിയും സ്പീച്ച് ആൻഡ് ഫിനോമിനയും ദെറിദയുടെ കൃതികളാണ്. ഫെർഡിനാൻഡ് ഡി സെസ്യൂർ ആണ് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. ബ്ലൂംഫീൽഡിന്റെ കൃതിയാണ് ലാംഗ്വേജ്. ഓക്കെ, നോളജ് ഓഫ് ദി ലാംഗ്വേജ് എന്നുള്ളത് നോം ചോംസ്കിയുടെ കൃതിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 22ാമത്തെ ചോദ്യം. വാച്യം താൻ വ്യംഗ്യഭംഗിയിൽ എന്നു വരുന്ന അലങ്കാരമേത്? അലങ്കാരവുമായി ബന്ധപ്പെടുന്ന ചോദ്യമാണ്. പ്രധാനപ്പെട്ട അലങ്കാരങ്ങളും അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പഠിക്കണം. അലങ്കാരങ്ങൾ, ഉത്തരം പറഞ്ഞേ. അർത്ഥാന്തരന്യാസം, ദീപകം, പര്യോക്തം, പരികരം. മലയാളത്തിലെ അലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒറ്റ ചോദ്യം സാധാരണയായിട്ട് വരാറുള്ളൂ. അത് ചില സമയത്ത് ഡിസ്റ്റർബ് ആവാറുണ്ട്. യെസ്, കാവ്യത്തിന് ഭംഗി കൂട്ടാനായിട്ട് ഭാഷയിൽ ചേർക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. ശബ്ദാർത്ഥങ്ങളിൽ വെച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമൽക്കാരൻ ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് എന്നാണ് എന്തിന്? അലങ്കാരത്തിന്റെ നിർവചനം നൽകിയിരിക്കുന്നത്. ശബ്ദാലങ്കാരം എന്നും അർത്ഥാലങ്കാരം എന്നും അലങ്കാരങ്ങള് രണ്ട് വിധത്തിലുണ്ട്. അതിൽ അർത്ഥാലങ്കാരത്തിലാണ് അതിശയോക്തി, സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി തുടങ്ങിയ കാര്യങ്ങള് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അർത്ഥാലങ്കാരത്തില്. ശബ്ദാലങ്കാരത്തിലാണ് എന്ത് വിളിക്കുന്നത്? പ്രാസം, യമകം തുടങ്ങിയവ. അനുപ്രാസം, ഛേദകാനുപ്രാസം, ആദിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യപ്രാസം, ഇതൊക്കെ ലാടാനുപ്രാസം, ഇതൊക്കെ ഇതിലാണ് വരുന്നത്? ശബ്ദാലങ്കാരങ്ങളിലാണ് വരുന്നത്. ഇവിടെ നോക്കൂ, നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാച്യം താൻ വ്യംഗ്യഭംഗിയിൽ എന്ന് വരുന്ന അലങ്കാരം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? പര്യോക്തമാണ്. പര്യായോക്തം, സോറി ട്ടാ, ഞാൻ ഉച്ചരിച്ചതിൽ തെറ്റുണ്ടേ. പര്യായോക്തമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നമുക്ക് അറിയാത്തത് ഏതെങ്കിലും ഉണ്ടോ? നോക്കൂ, അർത്ഥാന്തരന്യാസം എന്താ? അർത്ഥാന്തരന്യാസം എന്താ? സാമാന്യം താൻ, വിശേഷം താൻ, ഇവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം എന്നാണ് പറയുന്നത്. അതായത് പ്രസ്തുതമായിട്ടുള്ള സാമാന്യത്തെ സമർത്ഥിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അപ്രസ്തുതമായിട്ടുള്ള ഒരു വിശേഷത്തെയോ അല്ലെങ്കിൽ സാമാന്യത്തെയോ നമ്മൾ പറയുകയാണ് എങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അർത്ഥാന്തരന്യാസം എന്ന് വിളിക്കുന്നത്. അർത്ഥാന്തരന്യാസം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതിയെടുക്കണം എന്നുണ്ട് എങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാട്ടോ. ഓക്കെ, അർത്ഥാന്തരന്യാസം സാമാന്യം താൻ, വിശേഷം താൻ, ഇവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം എന്നുള്ളതാണ് അർത്ഥാന്തരന്യാസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അർത്ഥാന്തരന്യാസം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് എന്ത്? അർത്ഥാന്തരന്യാസം എന്ന് പറയുന്നത്. അടുത്തത് ദീപകമാണ്. ദീപകവും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അനേക കാര്യങ്ങളെ ഒരു ധർമ്മത്തിൽ ചേർത്ത് കാണിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അനേക ധർമ്മങ്ങളെ ഒറ്റൊന്നില് ഒരു ധർമ്മത്തില് ചേർത്ത് കാണിക്കുന്നതിനെയാണ് ദീപകം എന്ന് പറയുന്നത്.
ഓക്കെ, അനേകമേഘധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം എന്നാണ്. അനേക മേഘധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. അനേക മേഘധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. ഓക്കെ, ഇനി ഏതാ? പരികരം. പരികരം പരികരം ഏറ്റവും സിമ്പിൾ ഉള്ളതാണ്. കാവ്യം, ഒരു കാവ്യം എഴുതുന്ന സമയത്ത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി ഒരു വിശേഷണം അതിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പരികരം എന്ന് വിളിക്കാം. ഓക്കെ, അമ്പിളിക്കല ചൂടുന്ന തമ്പുരാൻ താപനാശനൻ, അങ്ങനെയാണ് പണ്ട് ഡിഗ്രിക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന പരികരത്തിന്റെ ഉദാഹരണമായിട്ട്. വരും പരികരം ചൊന്നാൽ സാഭിപ്രായ വിശേഷണം. അതായത് കാവ്യത്തിൽ ഒരു നിശ്ചിത ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു വിശേഷണം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന അലങ്കാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? പരികരം എന്ന് വിളിക്കുന്നത്. പരികരം. കാവ്യത്തിൽ ഒരു നിശ്ചിത ഉദ്ദേശത്തോടു കൂടി വിശേഷണം ഉപയോഗിക്കുന്ന അലങ്കാരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ? പരികരം എന്ന് വിളിക്കുന്നു. പരികരം. കിട്ടിയോ? പരികരം. വാച്യം താൻ വ്യംഗ്യഭംഗിയിൽ എന്ന് വരുന്ന അലങ്കാരമാണ് ഏത്? പര്യായോക്തം. പര്യായോക്തം. ക്ലിയർ അല്ലേ? ഇനി പര്യായോക്തത്തിന് വേറെ ഉദാഹരണം ഉണ്ടോ നോക്കട്ടെ ഞാന്. ഇല്ല. ഓക്കെ, അതായത് വാച്യം താൻ വ്യംഗ്യഭംഗിയിൽ. അതായത് ഇപ്പൊ ഞാനൊരു കുട്ടിയെ കുറിച്ച് പറയാണ്, ഞാനിപ്പോ ആവണിയെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ I+ലുള്ള ലൈവ് ബാച്ചിലുള്ള കുട്ടികളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ചിട്ടോ ഒരു കാവ്യത്തിലൂടെ നമ്മൾ വിവരിക്കുന്ന സമയത്ത് നേരിട്ട് അയാളെ കുറിച്ചിട്ട് പറയാതെ അയാളുടെ ലക്ഷ്യലക്ഷണങ്ങളെ മാത്രം വിവരിച്ച് അർത്ഥം പ്രകടമാക്കുന്ന അലങ്കാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? പര്യായോക്തം എന്ന് വിളിക്കുന്നത്. വാച്യം താൻ വ്യംഗ്യഭംഗിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ലക്ഷ്യലക്ഷണങ്ങളും വാഗ്യാർത്ഥങ്ങളും മറ്റും പ്രകടിപ്പിക്കുന്നതിലൂടെ ഒരു വസ്തുവിന്റെ വാച്യാർത്ഥത്തെ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പര്യായോക്തം എന്ന് വിളിക്കാം. കിട്ടിയോ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലേ? അർത്ഥാന്തരന്യാസം പറഞ്ഞു, ദീപകം പറഞ്ഞു, പരികരം പറഞ്ഞു, പര്യോക്തത്തിന്റെ അർത്ഥവും വിശദീകരിച്ചു. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം സമാസത്തിൽ നിന്നുള്ള ചോദ്യമാണ്. പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏത്? പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏത്? പറഞ്ഞേ. സമാസം. സമാസത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ബഹുവ്രീഹി, തൽപുരുഷൻ, അവ്യയീഭാവൻ, ദ്വന്ദ്വൻ പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരികയാണ്. ഏതാണ്? ഏത് സമാസ? രണ്ടിനും തുല്യ പ്രാധാന്യം. ഒന്ന് പറഞ്ഞേ. ഉത്തരം പറഞ്ഞ മിണ്ടാതിരിക്കില്ലേ? ആവണി ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ദീപയും ഡി പറയുന്നു. ഓപ്ഷൻ ഡി ദ്വന്ദ്വനാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, ബഹുവ്രീഹി എന്താ പറയുന്നത്? ഒരു പദത്തെ നമ്മൾ വിഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം ബേസ് മുതൽ പറയാണേ. തലവേദന എന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുന്ന സമയത്ത് എന്താണ്? ആദ്യ പദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൂർവ്വപദം എന്ന് വിളിക്കുന്നു. ആദ്യ പദത്തെ എന്ത് വിളിക്കുന്നു? പൂർവ്വപദം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉത്തരപദം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് ആദ്യം ബേസ് ആണ്. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു പദത്തെ വിഗ്രഹിക്കുന്ന സമയത്ത് ഇതിന്റെ ഘടകപദങ്ങൾ, ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞാൽ തലാവേദന, ഇതാണ് ഇതിന്റെ ഘടകപദങ്ങൾ അല്ലെ? ഘടകപദങ്ങൾക്കല്ലാതെ മറ്റൊരു പദത്തിന് അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് ഏത്? ബഹുവ്രീഹി സമാസം. അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് ഏത്? ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. മാൻമിഴി നമ്മൾ വിഗ്രഹിക്കുകയാണ്. മാന് മിഴി അല്ലെ? മാനിന്റേതുപോലെ മിഴിയുള്ളവൾ ആരോ അവൾ മാൻമിഴി അല്ലെ? ആരോ, ഇവിടെ അന്യപദത്തിനാണ് പ്രാധാന്യം. അപ്പൊ അതെന്താണ്? ബഹുവ്രീഹി സമാസം. മുക്കണ്ണൻ, 3 കണ്ണുള്ളവൻ ആരോ അവൻ മുക്കണ്ണൻ. ക്ലിയർ അല്ലേ?
അപ്പൊ ഇത്തരത്തിലെ വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബഹുവ്രീഹി എന്ന് വിളിക്കാം. ഇനി അടുത്തത് തത്പുരുഷ സമാസമാണ്. നമ്മളിവിടെ ഘടകപദങ്ങളാക്കി തിരിച്ചു, പൂർവം ഉത്തരം എന്ന് നമ്മൾ തിരിച്ചു ഇല്ലേ? ഈ ഘടകപദങ്ങളിൽ ഉത്തരപദത്തിന്, അതായത് രണ്ടാമത്തെ പദം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് രണ്ടാമെന്നൊക്കെ, ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്ന സമാസത്തെയാണ് എന്ത് വിളിക്കുന്നത്? തത്പുരുഷ സമാസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഉത്തരപദത്തിന് അത് ഒരുപാടുണ്ട്. ഉദാഹരണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ വിഭക്തി മൊത്തം എടുത്തിട്ട് ഏത് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തത്പുരുഷ സമാസം എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, അവ്യയീഭാവ സമാസം. ഇവിടെ ഉത്തരപദത്തിനാണ് പ്രാധാന്യമെങ്കിൽ അവ്യയീഭാവത്തിന് എന്തിനാണ് പ്രാധാന്യം? പൂർവപദത്തിനാണ് പ്രാധാന്യം. ഓക്കെ അല്ലെ? പൂർവപദത്തിനാണ് ഇവിടെ പ്രാധാന്യം. ക്ലിയർ അല്ലേ? സസുഖം എന്ന് വെച്ചാൽ ഇതിനെങ്ങനെ പിടിക്കാം? സുഖത്തോട് കൂടി എന്നാണ് നമ്മൾ ഇതിനെ പിരിക്കുന്നത് അല്ലെ? സസുഖം എന്ന് വെച്ചാൽ സസുഖം എന്നല്ലല്ലോ പറയാ, സുഖത്തോടു കൂടി. അപ്പൊ സുഖത്തോട് എന്നുള്ളത് പൂർവ്വപദം, കൂടി എന്നുള്ളത് ഉത്തരപദം. ഏതിനാണ് പ്രാധാന്യം? സുഖത്തോട് എന്നുള്ള പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. അത്തരത്തിലുള്ള സമാസങ്ങളെ എന്ത് വിളിക്കുന്നു? അവ്യയീഭാവ സമാസം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ മക്കളെ? പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള സമാസങ്ങളെ എന്ത് വിളിക്കുന്നു? അവ്യയീഭാവൻ. അപ്പൊ ബഹുവ്രീഹി, തത്പുരുഷൻ, അവ്യയീഭാവ സമാസം പറഞ്ഞു. ഇനിയാണ് ബാക്കിയുള്ളത് ഏത്? ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് ഏത്? ദ്വന്ദ്വൻ. ഓക്കെ ക്ലിയർ അല്ലേ? ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസത്തിന് ഒരു ഉദാഹരണം പറഞ്ഞേ. ദ്വന്ദ്വ സമാസത്തിന് ഒരു ഉദാഹരണം പറഞ്ഞേ. ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം, ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം. മാതാപിതാക്കൾ, മാതാപിതാക്കൾ. ധാവണി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വിഗ്രഹിക്കും? മാതാവും പിതാവും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം അല്ലേ? രാപ്പകലുകൾ അല്ലെ? രാപ്പകലുകൾ എന്ന് വെച്ചാൽ എന്താ? രാവും പകലും രണ്ടിനും തുല്യ പ്രാധാന്യം വരുന്നില്ലേ? കൈക്കാലുകൾ, കയ്യും കാലും. ഇത്തരത്തിലെ പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ? ദ്വന്ദ്വ സമാസം എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ദീപ ടീച്ചറെ, ധനലക്ഷ്മി, ആൽവിൻ സാർ, അഖില എല്ലാവരും എഴുതിയെടുക്കേണ്ട തിരക്കിലാണോ? നന്ദകൃപ, സുധ, കനകമ്മ എന്നുള്ളൊരു ഐഡിയ ഞാൻ കാണുന്നുണ്ട്. ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കാണുന്നത്. ഹായ്. എല്ലാവരും എഴുതിയെടുക്കുന്ന തിരക്കിലാവുന്ന ആണോ? അതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? അത് എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി ക്ലാസ് കേട്ടിരിക്കുകയാണോ? എനക്കൊന്നുമില്ലല്ലോ ഒന്ന്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം. റിപ്പീറ്റ്. എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണാവോ ഇത്? കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തി മുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് ആര്? തായാട്ട് ശങ്കരൻ, എം ലീലാവതി, എൻ വി കൃഷ്ണവാര്യർ, കെ എൻ എഴുത്തച്ഛൻ. ഉത്തരം പറ. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും വിശദീകരിക്കാനായിട്ടില്ല. പറഞ്ഞേ, കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തി മുറിച്ച പഞ്ചവർണ്ണക്കിളി. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ്. ആരാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്തത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ധാവണി ഓപ്ഷൻ ബി പറയുന്നുണ്ട്, ഡൗട്ടാണ്. ധനലക്ഷ്മി ബി ഉറപ്പിച്ച് പറയുന്നു. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ഉത്തരം പറഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി. പറയൂ പിള്ളേരെ, അല്ലെങ്കിൽ ഒരുമാതിരി റേഡിയോ സംഭാഷണം പോലെയാവും. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതോ. യെസ്, ആരാണ്? ലീലാവതി ടീച്ചറാണ്. കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? യെസ്, ലീലാവതി ടീച്ചറാണ്. ലീലാവതി ടീച്ചർക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1978 ഏതാ കൃതി എന്നറിയോ? ലീലാവതി ടീച്ചർക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1980. ഇതേ രണ്ടും ഒറ്റ കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. വർണ്ണരാജി എന്നുള്ള കൃതിക്ക് രണ്ടും കിട്ടിയിരിക്കുന്നത് ഒറ്റ കൃതിക്കാണ്. ഏതാണ് ആ കൃതി? വർണ്ണരാജി എന്നുള്ള കൃതിയാണ്. ഓക്കെ, നിരൂപണ പഠന ഗ്രന്ഥമാണ് അത്, വർണ്ണരാജി എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ലീലാവതി ടീച്ചർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ കൃതി ഏതാണ്? അത് കവിതാധ്വനിയാണ്. കവിതാധ്വനി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് കവിതാധ്വനിക്കാണ്. ഓക്കെ, വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
അതേത് കൃതിക്കാണ്? അപ്പുവിന്റെ അന്വേഷണം. അപ്പുവിന്റെ അന്വേഷണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. മിത്തുമായി ബന്ധപ്പെട്ടിട്ട്, ആർക്കിടൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചറുടെ കൃതിയുടെ പേരെന്താ? ആർക്കിടൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചറുടെ കൃതിയുടെ പേര് ആർക്കിടൈപ്പ്. മിത്ത്, അതുമായി ബന്ധപ്പെടുന്ന ലീലാവതി ടീച്ചറുടെ പേരെന്താ? സോറി, കൃതിയുടെ പേരെന്താ? ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം. അങ്ങനെ തന്നെ പറയണേ. ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം. ആദിപ്രരൂപങ്ങളെ പറ്റിയിട്ട്, ആർക്കിടൈപ്പുകളെ പറ്റിയിട്ട്, മിത്തുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത്? യെസ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ലീലാവതി ടീച്ചർ എഴുതിയ സാഹിത്യ ചരിത്രം ഏതാ? ലീലാവതി ടീച്ചർ എഴുതിയ സാഹിത്യ ചരിത്രം ഏതാ? സാഹിത്യ ചരിത്രം, സാഹിത്യ ചരിത്രം പറഞ്ഞ. ലീലാവതി ടീച്ചറുടെ സാഹിത്യ ചരിത്രത്തിന്റെ പേര് ടൈപ്പ് ചെയ്ത എല്ലാവരും. ലീലാവതി ടീച്ചറുടെ സാഹിത്യ ചരിത്രത്തിന്റെ പേര് പറയൂ, പറയൂ. ലീലാവതി ടീച്ചറുടെ സാഹിത്യ ചരിത്രത്തിന്റെ പേര് മലയാള കവിതാ സാഹിത്യ ചരിത്രം. വെരി ഗുഡ് അഖില. മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്നല്ല, മലയാള കവിതാ സാഹിത്യ ചരിത്രം. മലയാള കവിതാ സാഹിത്യ ചരിത്രം. ഓക്കെ. ഇനി വിലാപകാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിലാപകാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള ലീലാവതി ടീച്ചറുടെ പഠന ഗ്രന്ഥത്തിന്റെ പേരെന്താ? വിലാപകാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠന ഗ്രന്ഥത്തിന്റെ പേര് അറിയോ? കണ്ണീരും മഴവില്ലും. റിപ്പീറ്റഡ് ചോദ്യം. കണ്ണീരും മഴവില്ലും. കണ്ണീരും മഴവില്ലും വിലാപകാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള ലീലാവതി ടീച്ചറുടെ പഠന ഗ്രന്ഥമാണ് കണ്ണീരും മഴവില്ലും. ഇനി അടുത്തത് ഒരു കൃതിയുടെ പേര് പറയാം. ആരെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറയണേ. ചോരയിൽ ചേർന്നലിഞ്ഞ ഭാവഗാനധാര. ചോരയിൽ ചേർന്നലിഞ്ഞ ഭാവഗാനധാര ലീലാവതി ടീച്ചറുടെ ഒരു പഠന ഗ്രന്ഥമാണ്. ആരുടെ കവിതകളെ കുറിച്ചിട്ടുള്ള പഠനം, അല്ലെങ്കിൽ ആരെ കുറിച്ചിട്ടുള്ള പഠന ഗ്രന്ഥമാണെന്ന് അറിയോ? ചോരയിൽ ചേർന്നലിഞ്ഞ ഭാവഗാനധാര. ഭാവഗാനധാര ആരെ കുറിച്ചിട്ടുള്ളതായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? ആരെ കുറിച്ചിട്ടുള്ളതായിരിക്കും? തെറ്റണമെങ്കിൽ അങ്ങോട്ട് തെറ്റിക്കോട്ടെ, നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ആരെ കുറിച്ചിട്ടുള്ള കവിതയുടെ പഠനമായിരിക്കും ഭാവഗാനധാര എന്നൊക്കെ പറയുമ്പോ? അല്ല, വയലാറല്ല ആൽവിൻ, വയലാറല്ല. ഭാവഗായകൻ, ഭാവഗാനധാര. പി ഭാസ്കരൻ അല്ല, അല്ല. ചോരയിൽ ചേർന്നലിഞ്ഞ അയ്യപ്പനല്ല. പോരട്ടെ, കുറച്ചുകൂടി കാലഘട്ടം പിന്നിലോട്ട് പോരട്ടെ. വയലാറ്, പി ഭാസ്കരനൊക്കെ എത്തി. ഇനിയും ഭാവം ആശാനല്ല, ഭാവഗായകൻ എന്ന് പറയൂ. അങ്ങനെ ചിന്തിക്കല്ലേ. ചങ്ങമ്പുഴയെ കുറിച്ചിട്ടുള്ളതാണ്. ചങ്ങമ്പുഴയെ കുറിച്ചിട്ടുള്ള പഠന ഗ്രന്ഥമാണ്. അവിടെ ദീപ ടീച്ചർ പറഞ്ഞു ചങ്ങമ്പുഴ. യെസ്, വെരി ഗുഡ്. ചങ്ങമ്പുഴയെ കുറിച്ചിട്ടുള്ള പഠന ഗ്രന്ഥമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ശൃംഗാരാവിഷ്കരണം CV കൃതികളിൽ എന്നുള്ള കൃതിയുണ്ട്. ശൃംഗാരാവിഷ്കരണം CVയുടെ കൃതികളിൽ. അക്കിത്തത്തിന്റെ കവിത, ജിയുടെ കാവ്യജീവിതം, നവതരംഗം, ഇതൊക്കെ ആരുടേതാണ്? യെസ്, ലീലാവതി ടീച്ചറുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 25ാമത്തെ ചോദ്യം. ഞാൻ എത്രയോ ക്ലാസ്സുകളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വരിയായത്. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. ഏത് കവിതയിലെ വരികൾ? പേരാറ്റുനീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമാട്ടി തെളിച്ചുകൊണ്ടിങ്ങനെ എത്തി കിഴക്കൻ മലാക്കടൻ നിന്നലെ ഇത്തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ. ഏതിലെ വരികളാണിത്? കറുത്ത ചെട്ടിച്ചികളിലെ വരികളാണ്. കറുത്ത ചെട്ടിച്ചികൾ ആരുടെ കവിതയാണ്? കറുത്ത ചെട്ടിച്ചികൾ മക്കളെ. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ഇപ്രാവശ്യത്തെ നെറ്റ് പരീക്ഷയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നോ? മാത്സ് ദി ഫോളോയിങ്ങിൽ കണ്ട പോലെ എനിക്ക് തോന്നി.
തറവാടിത്ത ഘോഷണത്തെ പോലെ. യെസ്, ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നെറ്റ് പരീക്ഷയിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ സെറ്റ് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണം. അതേ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. പേരാറ്റുനീരായ ചെമ്പിച്ച വൈക്കളെ ധാരാളം ആട്ടിത്തെളിച്ചുകൊണ്ട് ഇങ്ങനെ എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഇത്തീര ഭൂവിൽ കറുത്ത ചെട്ടിച്ചുകൾ എന്ന് തുടങ്ങുന്ന കവിതയാണിത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പണിമുടക്കം, പുത്തങ്കലവും, അരിവാളും, കാവിലപ്പാട്ട്, ഇതൊക്കെ ആരുടെ കവിതകളാ? ഇതൊക്കെ ആരുടെ കവിതകളാണ്? ഇതൊക്കെ ആരുടെ കവിതകളാ മക്കളെ? കറുത്ത ചെട്ടിച്ചുകൾ ആരുടെ കവിതകളാ? ബുദ്ധനും ഞാനും നരിയും, പണിമുടക്കം, പുത്തങ്കലവും അരിവാളും, കാവിലപ്പാട്ട്, പൂതപ്പാട്ട്, ഇതൊക്കെ ആരുടേതാ? കറുത്ത ചെട്ടിച്ചുകൾ. കടത്തുതോണി ആരുടേതാ? ഇടശ്ശേരിയുടെ കവിതകളാണ്. ഇടശ്ശേരി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 26ാമത്തെ ചോദ്യം. ശൈലി വിജ്ഞാനത്തിലെ അപഗ്രഥന രീതിയോട് ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളിൽ ഏതിനാണ് കൂടുതൽ അടുപ്പം? ഇതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല. എന്തായാലും ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം ഞാനിവിടെ പറഞ്ഞു പോവാം. ശൈലി വിജ്ഞാനത്തിലെ അപഗ്രഥന രീതിയോട് ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളിൽ ഏതിനാണ് കൂടുതൽ അടുപ്പം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വക്രോക്തി സിദ്ധാന്തം എന്നാണ് കേട്ടോ ആൻസർ കീയിൽ വന്നത്. ഇതിനെ മാറ്റൂ എന്നുള്ളത് അറിയില്ല. ഓക്കെ, 26ാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ? ഉത്തരം ആൻസർ കീ പ്രകാരം വന്നത് വക്രോക്തി ജീവിതാണ്. ഒരു ചെറിയൊരു ഡൗട്ടും ചില ഡിസ്കഷൻസ് ഒക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം വന്ന ചോദ്യമാണ്. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്കൊരു പ്രൂഫ് കണ്ടെത്താനോ ഒന്നും പറ്റാത്തത് കൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ നിലനിർത്തിയ ഒരു ചോദ്യമാണിത്, വക്രോക്തി സിദ്ധാന്തം. അഥവാ ഈ ചോദ്യം ഡിലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാട്ടോ. ഓക്കെ, 27ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആഗമസന്ധി അല്ലാത്ത പദം ഏത്? ആഗമസന്ധി, ആഗമം. വാഴയില, തിരുവോണം, ഈട്ടിത്തടി, മണിയൊച്ച. സിമ്പിൾ ആണ്. ആഗമസന്ധി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ആഗമത്തിന് എന്താണ് പ്രത്യേകത? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയ്ക്കിടയിൽ ഒരു വർണ്ണം എന്തു ചെയ്യുന്നു? ആഗമിക്കുന്നു. ഒരു വർണ്ണം ആഗമിക്കുന്നു അല്ലെ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആഗമസന്ധി. തിരു അധികം ഓണം, രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ തിരുവോണം, വകാരം ആഗമിക്കുന്നു അല്ലെ? വാഴ അധികം ഇല, വാഴ ഇല, യകാരം ആഗമിക്കുന്നു. ക്ലിയർ അല്ലേ? മണി അധികം ഒച്ച, മണിയൊച്ച, യകാരം ആഗമിക്കുന്നു. ക്ലിയർ അല്ലേ? ഈട്ടി അധികം തടി എന്താകുന്നു? ഈട്ടിത്തടിയാകുന്നു. ഇവിടെ ഏത് സന്ധിയാ വന്നേ? അല്ല മക്കളെ, ഇതിന്റെ ഉത്തരം എന്താ? ആദ്യം പറഞ്ഞേ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? യെസ്, സി ആണ്. അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സി. ദ്വി എന്നിട്ടിട്ടുണ്ട് പലരും. യെസ്, എന്താണ്? ദ്വിത്വസന്ധിയാണ് അല്ലെ? സി ആണ് ശരി. ആഗമസന്ധി അല്ലാത്തത് വാഴയിലയും തിരുവോണവും മണിയൊച്ചയും. ഇവിടെ യകാരം വന്നു, ഇവിടെ വകാരം വന്നു, ഇവിടെ യകാരം ആഗമിച്ചു. ഈട്ടിത്തടി എന്നുള്ളത് എന്തിന് ഉദാഹരണമാണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ആഗമസന്ധി അല്ലാത്ത പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 28ാമത്തെ ചോദ്യം. കവിപ്രതിഭയെ സഹജ, ഉത്പാദ്യ എന്നിങ്ങനെ തരംതിരിച്ച ആലങ്കാരികനാര്? ജഗന്നാഥ പണ്ഡിതൻ, മഹിമഭട്ടൻ, ഭട്ടനായകൻ, രുദ്രൻ. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. കവിപ്രതിഭയെ സഹജ, ഉത്പാദ്യ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത് ആരാണ്? കവിയുടെ പ്രതിഭയെ അറിയാമോ? കവിപ്രതിഭയെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് ആരാണെന്ന്? സഹജ, ഉത്പാദ്യ. ക്ലിയർ? യെസ്. ആരാണ് മക്കളെ?
യെസ്, ആരാണ്? രുദ്രടനാണ്. രുദ്രടനാണ് ഇത്തരത്തില് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ജഗന്നാഥ പണ്ഡിതന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാ? രസ ഗംഗാധരമാണ്. ഓക്കെ, മഹിമഭട്ടന്റെ കൃതി ഏതാ മക്കളെ? മഹിമഭട്ടന്റെ കൃതി ഏതാ? വ്യക്തി വിവേകമാണ്. ഇനി ഭട്ടനായകൻ ഒരു പ്രധാനപ്പെട്ട വാദത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ? ഭട്ടനായകന്റെ എന്ത് വാദാണ്? രസസൂത്ര വ്യാഖ്യാനത്തിൽ നമ്മൾ അഭിവ്യക്തിവാദം അഭിനവഗുപ്തന്റേതാണ് എന്ന് പറയുന്നുണ്ട്. അനുമിതിവാദം ശ്രീശങ്കുകന്റേതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ശ്രീശങ്കുകന്റെ അനുമിതിവാദത്തെ എതിർത്ത ആളാണ് ആര്? ഭട്ടനായകന്റെ രസസൂത്ര വ്യാഖ്യാനത്തിന്റെ പേരെന്താണ്? ഭുക്തിവാദം എന്നാണ്. ഭട്ടനായകന്റെ രസസൂത്ര വ്യാഖ്യാനത്തിന്റെ പേരെന്താണ്? യെസ്, ഭുക്തിവാദം എന്നാണ്. പിന്നെ രുദ്രടനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പറയാം? രുദ്രടന്റെ കൃതിയുടെ പേരെന്താ? രുദ്രടന്റെ കൃതിയുടെ പേരെന്താ മക്കളെ? കാവ്യാലങ്കാരമാണ്. ഭാമഹനും എഴുതിയിട്ടുണ്ട്, അതുപോലെ രുദ്രടനും എഴുതിയിട്ടുണ്ട്. രുദ്രടൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. രുദ്രടൻ. ഓക്കെ, ക്ലിയർ അല്ലേ? രുദ്രടൻ 2-3 വട്ടം ആവർത്തിച്ച് പഠിച്ചാലായിട്ട് ഈ സാധനങ്ങളൊക്കെ തലയിലാണ്ട് കയറുള്ളൂ. യെസ്, അടുത്തതിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോയി. ചേരുംപടി ചേർക്കുക. പ്രധാനപ്പെട്ട കാവ്യ നിർവചനങ്ങൾ ആരുടേതാണ് എന്നിവയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശബ്ദാർത്ഥ സഹിതോ കാവ്യം, സൗന്ദര്യമലങ്കാരക, വാക്യം രസാത്മകം കാവ്യം, രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം. പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ഓരോന്നും അറിയുള്ളൂ വെച്ചെങ്കിൽ അതും പറയാട്ടോ, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഓരോന്ന് നോക്കിയിട്ടേ പോവുള്ളൂ. ക്ലിയർ. വാമനന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. വിശ്വനാഥന്റെ സാഹിത്യദർപ്പണം. വിശ്വനാഥന്റെ കൃതിയുടെ പേരെന്താണ്? സാഹിത്യദർപ്പണം എന്നാണ്. ജഗന്നാഥ പണ്ഡിതന്റെ രസഗംഗാധരം. ഭാമഹന്റെ കാവ്യാലങ്കാരം. ഓക്കെ, ഇത് മറ്റൊരു സൈഡിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. ആവണിക്ക് ഓപ്ഷൻ ഡി ആണ് ഡൗട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കിയേ, ശബ്ദാർത്ഥ സഹിതോ കാവ്യം എന്നുള്ളത് ആരുടേതാ? ശബ്ദാർത്ഥ സഹിതോ കാവ്യം എന്നുള്ളത് ആരുടേതാ മക്കളെ? ഓരോന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞേ. ശബ്ദാർത്ഥ സഹിതോ കാവ്യം ആരുടേതാ? ചോദിക്കുന്നതിന് ഉത്തരം പറ. ശബ്ദാർത്ഥ സഹിതോ കാവ്യം എന്നുള്ള നിർവചനം ആരുടേതാണ്? യെസ്, ശബ്ദാർത്ഥ സഹിതോ കാവ്യം എന്നുള്ളത് ഭാമഹന്റെ നിർവചനമാണ്. ശബ്ദാർത്ഥ സഹിതോ കാവ്യം എന്നുള്ളത് ഭാമഹന്റേതാണ്. അപ്പൊ നോക്കൂ, A4 2 ഉണ്ട്, ബാക്കി 2 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്തു. A4 കിട്ടി. സൗന്ദര്യമലങ്കാര, സിമ്പിൾ ആണ്. സൗന്ദര്യമലങ്കാര എന്ന് പറഞ്ഞതാരാ? പറഞ്ഞേ, സൗന്ദര്യമലങ്കാര എന്ന് പറഞ്ഞതാരായിരിക്കും? പറഞ്ഞേ മക്കളെ. ബി. സൗന്ദര്യമലങ്കാര എന്ന് പറഞ്ഞതാരാ? വാമനനാണ്. സൗന്ദര്യമലങ്കാര എന്ന് പറഞ്ഞത് വാമനനാണ്. അപ്പൊ നമ്മളിത് ബി എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ഇനി വാക്യം രസാത്മകം കാവ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് പരീക്ഷയിൽ ഈ ചോദ്യം ഇല്ലേ? വാക്യം രസാത്മകം കാവ്യം. മക്കളെ, ഈ കഴിഞ്ഞ നെറ്റ് പരീക്ഷയിൽ ഈ ചോദ്യം വന്നിട്ടില്ലേ? വാക്യം രസാത്മകം കാവ്യം ആരുടേതാണ്? വിശ്വനാഥന്റേതാണ്. വാക്യം രസാത്മകം കാവ്യം. ദെൻ ഓപ്ഷൻ ഡി, രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം ആരുടേതാണ്? ജഗന്നാഥ പണ്ഡിതന്റേതാണ്. A4
B1 C2 D3 A4 B1 C2 D3. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. കിട്ടിയോ? ശബ്ദാർത്ഥ സഹിതോ കാവ്യം ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. ശബ്ദാർത്ഥ സഹിതോ കാവ്യം ആരുടേതാണ്? ഭാമഹന്റേതാണ്. ഭാമഹൻ. ശബ്ദാർത്ഥ സഹിതോ കാവ്യം ഭാമഹൻ. സൗന്ദര്യമാണ് അലങ്കാരം എന്ന് പറഞ്ഞത് ആരാ? സൗന്ദര്യം അലങ്കാര വാമനൻ. വാമനൻ. വാക്യം രസാത്മകം കാവ്യം എന്നുള്ള നിർവചനം നടത്തിയത് വിശ്വനാഥൻ. വാക്യം രസാത്മകം കാവ്യം. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം എന്ന് പറഞ്ഞത് ആരാണ്? യെസ്, അതാരുടെ അഭിപ്രായ? ജഗന്നാഥ പണ്ഡിതൻ. ക്ലിയർ അല്ലേ? ജഗന്നാഥ പണ്ഡിതൻ. പഠിച്ചു പോവുക. ഇനി വാമനന്റെ കൃതിയുടെ പേര് കാവ്യാലങ്കാര സൂത്രവൃത്തിയാണ്. വിശ്വനാഥന്റെ കൃതിയുടെ പേര് സാഹിത്യ ദർപ്പണം എന്നാണ്. ജഗന്നാഥ പണ്ഡിതന്റെ കൃതിയുടെ പേര് രസഗംഗാധരം എന്നാണ്. ഭാമഹന്റെ കൃതിയാണ് ഏത്? കാവ്യാലങ്കാരം. ഓക്കെ, ഇനി ഇത് തെറ്റിക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. യെസ്. അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം. ഒരു ഇതിന്റെ ആൻസർ തന്നെ ആദ്യം വന്നു. ഒരു ഗ്രീക്ക് ദുരന്ത നാടകത്തിന്റെ ഏകദാന വിശുദ്ധിയുണ്ടെന്ന് NE കൃഷ്ണവാര്യർ വിശേഷിപ്പിച്ച വൈലോപ്പിള്ളി കവിത ഏത്? ഓക്കെ, കുടിയൊഴിക്കലിന്റെ അവതാരികയിലാണ് NE കൃഷ്ണവാര്യർ ഈ അഭിപ്രായം പറഞ്ഞത്. ഒരു ഗ്രീക്ക് ദുരന്ത നാടകത്തിന്റെ ഏകദാന വിശുദ്ധിയുള്ള കാവ്യമാണ് എന്ന് NE കൃഷ്ണവാര്യർ വിശേഷിപ്പിച്ച കവിതയാണ് ഏത്? കുടിയൊഴിക്കൽ. കിട്ടിയോ? കുടിയൊഴിക്കൽ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. നെറ്റിനും സെറ്റിന്റെ സ്ഥിരം ചോദ്യമാണിത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. 10 ചോദ്യമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ഗ്രീക്ക് ദുരന്ത നാടകത്തിന്റെ ഏകദാന വിശുദ്ധി ഉണ്ട് എന്ന് NV കൃഷ്ണവാര്യരെ വിശേഷിപ്പിച്ച കാവ്യമാണ് ഏത് കാവ്യം? യെസ്, കുടിയൊഴിക്കൽ. ക്ലിയർ അല്ലേ? യെസ്. ഇന്നത്തെ ഒരു കുഞ്ഞു ക്ലാസ് ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ 10 ചോദ്യവും ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിട്ട്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ട കാര്യമാണ്. ഈ കുഞ്ഞു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.